نصطفى أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد كانت لكم أسوة حسنة في إبراهيم والذين معه صدق الله مولانا العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم يا رب أعط لنا علما وفهما كما أعطيت يا ربنا للشيخ والزاني نور إله السماء قلب الغريب كما نورت قلب إمام الناس والزاني يا ربي يسر لنا كل الأمور كما يسرت يا ربنا للشيخ والزاني لبيك اللهم لبيك ഓതി ലക്ഷങ്ങൾ ആ പുണ്യഭൂമിയിലെത്തി ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ഓതി ലക്ഷങ്ങൾ ആ പുണ്യഭൂമിയിലെത്തി സെയ്ത് മരത്തിൻ്റെ കാറ്റ് വന്ന് മുത്ത് ഖലീലിൻ്റെ കിസ്സ തന്ന് സെയ്ത് മരത്തിൻ്റെ കാറ്റ് വന്ന് മുത്ത് ഖലീലിൻ്റെ കിസ്സ തന്ന് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ഓതി ലക്ഷങ്ങൾ ആ പുണ്യഭൂമിയിലെത്തി. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നാം ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ സ്വർഗത്തിൽ അള്ളാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാനവ ചരിത്രത്തിലെ അനുപമവും അതിമഹത്തരവുമായ ഒരു ബലിസന്നദ്ധതയുടെ ത്യാഗോജ്ജല സ്മൃതികൾ ഉയർത്തിക്കൊണ്ട് പരിശുദ്ധമായ ബലി പെരുന്നാൾ നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ വിശ്വാസികൾക്കും ആദ്യമായി ബലി പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും സ്വാലിഹൽ അഅ്മാൽ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ബലി പെരുന്നാൾ സുദിനത്തിൽ നാം നിർവഹിക്കുന്ന ഏറ്റവും പുണ്യകരമായ രണ്ട് അമലുകൾ, ഒന്ന് പെരുന്നാൾ നമസ്കാരവും മറ്റൊന്ന് ബലികർമ്മവുമാണ്. ഒന്ന് നമസ്കാരമാണെങ്കിൽ മറ്റൊന്ന് ദാനധർമ്മമാണ്. ബലിപെരുന്നാൾ സുദിനത്തിൽ മാത്രമല്ല, ചെറിയ പെരുന്നാൾ സുദിനത്തിലും നാം ഇപ്രകാരം നിർവഹിക്കുന്നുണ്ട്. പെരുന്നാൾ നമസ്കാരവും അതോടൊപ്പം ഫിത്ർ സക്കാത്തും ചെറിയ പെരുന്നാൾ സുദിനത്തിലും നാം നിർവഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബലിപെരുന്നാൾ സുദിനം നമ്മിലേക്ക് ആഗതമാകുമ്പോൾ, ബലിപെരുന്നാൾ സുദിനത്തിൽ നാം ഒരുമിച്ച് കൂടുമ്പോൾ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സ്മരിക്കാതെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഓർക്കാതെ ബലിപെരുന്നാൾ സുദിനം നാം ഒരുമിച്ച് കൂടുമ്പോൾ അത് പൂർണ്ണമാവുകയില്ല. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ
സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് പശ്ചിമേഷ്യയിൽ ജീവിച്ചിരുന്ന മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, പ്രിയപുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാരായ സാറാ ബീവി, അതുപോലെ ഹാജറ ബീവിയുടെ ചരിത്രം അനുസ്മരിക്കാതെ ഒരു ബലിപെരുന്നാൾ സുദിനവും നമുക്ക് പൂർണ്ണമാവുകയില്ല. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നു, "വസ്കുർ ഫിൽ കിതാബി ഇബ്രാഹീമ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ." അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്, "വസ്കുർ ഫിൽ കിതാബി ഇബ്രാഹീം." വേദഗ്രന്ഥത്തിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ചുള്ള പരാമർശം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നിങ്ങളൊന്ന് ഓർക്കണം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നിങ്ങളൊന്ന് സ്മരിക്കണം. ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സിദ്ദീഖായ സത്യസന്ധനായ പ്രവാചകനായിരുന്നു. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സ്മരിക്കാൻ മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിത മാതൃകയാക്കണമെന്നാണ് അല്ലാഹുവിന്റെ കൽപ്പന. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതം നാം ജീവിത മാർഗമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മോട് പറയുകയാണ്, "ഖദ് കാന ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീം." തീർച്ചയായും നിങ്ങൾക്ക് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ വലിയ മാതൃകയുണ്ട്, നല്ല മാതൃകയുണ്ട്. വല്ലദീന ആമനൂ വല്ലദീന മഅഹു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടൊപ്പമുള്ളവരിലും നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ട്. അതുകൊണ്ട് ഫത്തബിഊ മില്ലത ഇബ്രാഹീമ ഹനീഫാ. സത്യതൽപരനായ, സത്യത്തിൽ നിന്നും ഒരു അടി പോലും വ്യതിചലിക്കാത്ത ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നിങ്ങൾ പിന്തുടരുക. നിങ്ങൾ ജീവിത മാതൃകയാക്കി നിങ്ങളുടെ ജീവിതം നിങ്ങൾ മുന്നോട്ട് നയിക്കുക. അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എല്ലാ നിലക്കും പരിപൂർണനായ മുസ്ലിമായിരുന്നു. അള്ളാഹുവിന് സർവാത്മന, അള്ളാഹുവിന് കീഴൊതുങ്ങിയ, അള്ളാഹുവിന്റെ കൽപ്പനകളെല്ലാം അതേപടി അംഗീകരിച്ച പ്രവാചകനായിരുന്നു മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇബ്തലാഹുല്ലാഹു ബിസബ്അതി അശിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ 7 കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു തആല പരീക്ഷിക്കുകയാണ്. ഒന്നാമത് ബിശംസി വൽ ഖമരി വൽ കവാകിബ്. സൂര്യനെ കൊണ്ടും ചന്ദ്രനെ കൊണ്ടും നക്ഷത്രങ്ങളെ കൊണ്ടും അല്ലാഹു പരീക്ഷിക്കുകയാണ്. സൂര്യനെ കൊണ്ട് പരീക്ഷിക്കുകയാണ് ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട്, ചന്ദ്രനെ കൊണ്ട് പരീക്ഷിക്കുകയാണ്, നക്ഷത്രങ്ങളെ കൊണ്ട് പരീക്ഷിക്കുകയാണ്. അതോടൊപ്പം വൽ ഖിതാനി അലൽ കിബരി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പ്രായമായപ്പോൾ, വയസ്സായപ്പോൾ അല്ലാഹുവിന്റെ കൽപ്പന വരികയാണല്ലോ, ഖലീലുല്ലാഹി ഇബ്രാഹിം അങ്ങയുടെ സുന്നത്ത് കർമ്മം നിർവഹിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് കൽപ്പിക്കുകയാണ്. ലോകത്ത് ചേല കർമ്മമാദ്യം ചെയ്തത് സയ്യിദ് ഖലീലുല്ലാഹി എന്നാണുള്ളത്. വയസ്സന്ന് 80 120 തീലയാ. പെണ്ണിൽ ഇതാദ്യം തന്നെ ഹാജറ ബീവിയാ. കൽപ്പന ലഭിച്ചുടൻ തന്നെ താൻ കോടാലി സ്വന്തം എടുത്തു നടത്തി പ്രസ്തുത ജോലി. നബിക്കുണ്ട് വേദന വന്നു ജിബ്രീലുടനടി. ചോദിച്ചു ധൃതിയിലെന്തിനാണീ
ചെയ്തു താമസിച്ചില്ല. ഉടൻ തന്നെ വേദന മാറി പൂർണ്ണ സുഖത്തിലായി. മുൻഗണന റബ്ബിന് നൽകിയപ്പോൾ നേട്ടമായി. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരിപൂർണമായും അള്ളാഹുവിന് കീഴൊതുങ്ങിയ പ്രവാചകനായിരുന്നു. അള്ളാഹുവിന്റെ കൽപ്പന വരേണ്ട താമസം അള്ളാഹുവിന്റെ കൽപ്പന അവിടെ നിർവഹിക്കുകയാണ്. അഞ്ചാമതായി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പരീക്ഷിക്കുന്നു. തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുഞ്ചിരിയോടെ അത് സ്വീകരിക്കുകയാണ്. ആറാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പരീക്ഷിച്ചു. വലദി താൻ തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്ത് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ തന്നെ പൊന്നോമന പുത്രനെ ബലി നൽകണമെന്നുള്ള അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു മടി കൂടാതെ ആ ബലികർമ്മം നിർവഹിക്കുകയാണ്. അതിലും അല്ലാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിജയിക്കുകയാണ്. അവസാനമായി അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പരീക്ഷിച്ചത് വൽ ഹിജ്റ, നാടും വീടും വിട്ട് പോകണമെന്നുള്ള പരീക്ഷണമായിരുന്നു. അതിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിജയിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ സകല പരീക്ഷണങ്ങളിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിജയിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ നിർത്തുകയാണ്. അതുകൊണ്ട് നാം പുതിയതായ വസ്ത്രങ്ങളും വിഭവസമൃദ്ധങ്ങളായ ഭക്ഷണവും പലതരത്തിലുള്ള വിനോദങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് ബലിപെരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നാം ഒരിക്കലും മറക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ കൽപ്പിച്ചത് വത്തബഅ മില്ലത ഇബ്രാഹീമ ഹനീഫായ സത്യതൽപരനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പിന്തുടരുന്നവനേക്കാൾ ഉത്തമന ആരാണുള്ളത്? ആ മനുഷ്യനേക്കാൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിത മാതൃക സ്വന്തം ജീവിതത്തിൽ പകർത്തുന്നവനേക്കാൾ ഉത്തമനാരാണുള്ളത് എന്ന് അല്ലാഹുവിന്റെ കൽപ്പന. പ്രിയപ്പെട്ട മുഅ്മിനേ, സഹോദരന്മാരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് വിജയത്തിന്റെ വഴി. അതാണ് ബലിപെരുന്നാളിന്റെ ഏറ്റവും വലിയ സന്ദേശം. നിങ്ങളുടെ മുന്നിൽ ബലിപെരുന്നാളിന്റെ ഏറ്റവും വലിയ സന്ദേശമായ മില്ലത്ത ഇബ്രാഹീമ ഹനീഫ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിനെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ തിരുചര്യയെ ജീവിത മാർഗമാക്കുക. അതാണ് വിജയത്തിന്റെ വഴി. അതാണ് ബലിപെരുന്നാളിന്റെ ഏറ്റവും